നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിഷ്ണുവിനെ ഓർത്ത് എനിക്ക് സങ്കടവാ. വിഷ്ണുവിന് സുഖാവുന്നവരെ ഞാനും ഇനി ഒന്നും കഴിക്കില്ല, ഉറങ്ങേയില്ല. അങ്ങനെ എനിക്കും മനി പിടിക്കട്ടെ. നോക്ക് മോളെ, മോൾ അങ്ങനെയൊന്നും പറയരുത്. വിഷ്ണുവച്ചന് ജീവനല്ലേ മോളെ? വിഷ്ണുവച്ചന് എനിക്കും ജീവനാ. മോൾക്ക് പനി വന്ന വിഷ്ണുവച്ചന് സഹിക്കാൻ പറ്റുമോ? ഇല്ല. വിഷ്ണുവച്ചൻ വിഷമിക്കാതിരിക്കണമെങ്കിൽ മോള് സമയത്ത് ഭക്ഷണം കഴിക്കുകയും ഉറങ്ങും ഒക്കെ വേണം. മരുന്നൊക്കെ കഴിച്ചു കഴിയുമ്പോ വിഷ്ണുവച്ചന് സുഖാവും. അതുപോരെ? മതി അല്ലേ? മതി. നല്ല കുട്ടിയാണെങ്കിൽ പറയുന്നത് അനുസരിക്കണം. അനുസരിക്കാം. അച്ഛന്റെ അസുഖം മാറിക്കഴിയുമ്പോ അച്ഛന്റെ കൂടെ കളിക്കാലോ മോൾക്ക്. അയ്യോ അമ്മ, അത് പപ്പിയുടെ വല്യച്ഛനാ. പപ്പി വിഷ്ണു അച്ഛാന്ന് വിളിക്കുന്നേ ഉള്ളൂ. മോള് സത്യയുടെ കൂടെ ക്ലാസ്സിൽ ചെല്ലേ. വാ പപ്പി. വല്യച്ഛനാണെങ്കിൽ ചേച്ചിയമ്മയെ ഇഷ്ടം, ഒത്തിരി ഒത്തിരി ഇഷ്ടം. ചേച്ചിയമ്മ അല്ലാതെ വേറെ ആരെയും ഈ ജന്മം കല്യാണം കഴിക്കില്ല വല്യച്ഛൻ. ആ കുഞ്ഞേച്ചി, ഞാൻ കുഞ്ഞേച്ചിയെ വിളിക്കാനിരിക്കുമായിരുന്നു. എന്താ വിഷ്ണുവേട്ടന് പനിയോ കുഞ്ഞേച്ചി? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ആ, ഞാൻ അറിഞ്ഞു. സ്കൂളിൽ സത്യം കൊണ്ടുവന്നപ്പോ പപ്പി പറഞ്ഞു. ആ, കുഞ്ഞേച്ചിയെ കുറിച്ച് സർവ്വസമയം ആലോചിച്ചിരുന്ന് ആരോഗ്യം പാഴാക്കുക കുഞ്ഞേച്ചി വിഷ്ണുവേട്ടൻ. ഇതിനെന്താ പരിഹാരമൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. ഏത് ഹോസ്പിറ്റലിലാ വിഷ്ണുവേട്ടൻ? കരുണ ഹോസ്പിറ്റലില്. ഞാനൊന്ന് പോയി കാണാം. കുഞ്ഞേച്ചി പേടിക്കണ്ട, ഞാനേ കാണുന്നുള്ളൂ, എന്നെ കാണുന്നില്ല. പക്ഷേ അതെങ്ങനെയാ കുഞ്ഞേച്ചി? എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ ഒരവസ്ഥയില് കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഹലോ ഹലോ. എന്നെ കുറിച്ച് ആലോചിച്ചല്ലേ വിഷ്ണുവേട്ടന് പനി വന്നത്, വിഷ്ണുവേട്ടന്റെ ആരോഗ്യം പോയത് ഞാൻ കാരണമല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.